ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BCom BBAയുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ നെക്സ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്, റിഗ്രഷൻ അനാലിസിസ്. നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അതുപോലെ 4th സെമസ്റ്ററിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് BCom BBAയുടെ, അതും പ്ലേലിസ്റ്റിലുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റിൽ നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ലേബർ എന്ന് പറയുന്ന ചാപ്റ്ററും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓവർഹെഡാണ് എടുക്കുന്നത്, അതും നമ്മൾ താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള റിഗ്രഷൻ അനാലിസിസിലേക്ക് പോകാം. എന്താണ് റിഗ്രഷൻ എന്ന് ചോദിക്കാം 2 മാർക്ക് ക്വസ്റ്റ്യനിൽ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ ഓഫ് ദ അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. അതായത് നമുക്ക് അറിയാവുന്ന ഒരു വേരിയബിൾ വെച്ചുകൊണ്ട് ഒരു അൺനോൺ വാല്യൂവിനെ, അറിയാത്ത ഒരു വേരിയബിളിനെ പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് റിഗ്രഷൻ അനാലിസിസ്. നമ്മളിപ്പോൾ പറയുമല്ലോ, അതായത് ഒരു മകൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ്. മകൻ്റെ വയസ്സ് ഇത്രയാണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര? അപ്പോൾ മകൻ്റെ വയസ്സ് ഒരു നോൺ വാല്യൂ ആണ് അല്ലേ. അത് വെച്ചുകൊണ്ട് അൺനോൺ വാല്യൂവിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡാണ് റിഗ്രഷൻ അനാലിസിസ്. അപ്പോൾ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എസ്റ്റിമേഷൻ ഓർ ദ പ്രഡിക്ഷൻ ഓഫ് ദ അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് ദ അതർ വേരിയബിൾ. അറിയാവുന്ന ഒരു വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അൺനോൺ വാല്യൂവിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ മെത്തേഡാണ് റിഗ്രഷൻ അനാലിസിസ്. ഈ റിഗ്രഷൻ അനാലിസിസിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് റിഗ്രഷൻ ഇക്വേഷൻസ് ആണ് പഠിക്കാനായിട്ടുള്ളത്. റിഗ്രഷൻ ഇക്വേഷൻസ് നമുക്ക് പഠിക്കാം. ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്, റിഗ്രഷൻ ഇക്വേഷൻസ് എല്ലാവരും തന്നെ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചില എസ്സേ വരെ ചോദിക്കാം. അതിൽ ഒന്നാമത്തെ റിഗ്രഷൻ ഇക്വേഷനാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. രണ്ടാമത്തത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x on y. ഇങ്ങനെ 2 ഇക്വേഷൻസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് y on x കാണാം? നമുക്ക് ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ പഠിക്കാം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. y on x കാണാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. y മൈനസ് y ബാർ ഇസ് ഇക്വൽ ടു byx ഇൻറ്റു x മൈനസ് x ബാർ. എല്ലാവരും പഠിച്ചു വയ്ക്കുക. y on x കാണാനായിട്ട് y മൈനസ് y ബാർ ഇസ് ഇക്വൽ ടു byx ഇൻറ്റു x മൈനസ് x ബാർ. ഇതിൽ എങ്ങനെയാണ് byx കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. അത് കാണാൻ കാൾ പിയേഴ്സിൻ്റെ കോറിലേഷൻ പഠിച്ച കുട്ടികൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കാം. n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ, ഇവിടെ റൂട്ടൊന്നുമില്ല, അതിന് പകരം സിഗ്മ വൈ സ്ക്വയർ സിഗ്മ എക്സ് സ്ക്വയർ. ഇവിടെ byx ആണെങ്കിൽ ഇവിടെ ആദ്യം y അല്ലേ, അപ്പോൾ ഇവിടെ വരുമ്പോൾ x ആണ് വരിക കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കണം, എല്ലാവരും തെറ്റിച്ച് കളയരുത്. സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ പഠിച്ചു വയ്ക്കുക. ഇതാണ് ഇക്വേഷൻ, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x കാണാനായിട്ട് y മൈനസ് y ബാർ ഈസ് ഇക്വൽ ടു byx ഇൻറ്റു x മൈനസ് x ബാർ. ഇതിലെങ്ങനെ byx കാണാൻ n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് സ്ക്വയർ ആണ്, byx ആയതുകൊണ്ട് y അല്ലേ ഇവിടെ ആദ്യം വന്നേക്കണേ, അപ്പോൾ ഇവിടെ x ആണ് വരിക കേട്ടോ. അത് ഓർത്ത് വയ്ക്കുക. n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട കോളം, എക്സ്ട്രാ വരയ്ക്കേണ്ട കോളം, ഒന്ന് എക്സ് വൈയും വരയ്ക്കുക, പിന്നെ എക്സ് സ്ക്വയറും വരയ്ക്കുക. ഇങ്ങനെ 2 കോളംസ് നിങ്ങൾക്ക് വരച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ y on x എന്ന് പറയുന്ന ഇക്വേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒരു പ്രോബ്ലം കാണിച്ചു തരാം. y on x കാണുന്ന ഒരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇതാണ്.
ഫ്രം ദ ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് അല്ലെങ്കിൽ ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻ. ക്വസ്റ്റ്യൻ മാത്രമേ എഴുതുന്നുള്ളൂ. ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. രണ്ട് കോളം തന്നിട്ടുണ്ട്, എക്സും അതുപോലെ റോയോ ആയിട്ടാണ് ക്വസ്റ്റിൽ തന്നേക്കണത്. നിങ്ങളത് കോളമായിട്ട് എഴുതാം കേട്ടോ. എക്സും വൈയും ഇങ്ങനെ രണ്ട് കോളംസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. എക്സിൽ 2 3 4 5 6 3 5 4 8 9 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് y on x കാണാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പഠിച്ചു y on x കാണാനായിട്ട് ഇക്വേഷൻ എന്താണ്? y മൈനസ് വൈ ബാർ ഈസ് ഇക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ബി വൈ എക്സ് ആണ്, ഇതാണ് ഇക്വേഷൻ. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട കോളംസ് എക്സ് വൈയും എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യുന്ന രണ്ട് കോളംസ് ഏതൊക്കെയാണ്? എക്സ് വൈയും എക്സ് സ്ക്വയറും. അപ്പോൾ നിങ്ങൾ വരയ്ക്കണം. എക്സ് വൈ എന്ന് പറയുന്ന കോളം വരയ്ക്കേണ്ടി വരും എക്സ്ട്രാ, എക്സ് സ്ക്വയർ എന്ന് പറയുന്ന കോളം വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ഇക്വേഷൻ ഒന്ന് എഴുതാണ്. വൈ ഓൺ എക്സ് ആണുള്ള ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവാണ്. ഇക്വേഷൻ ഇതാണ്: വൈ മൈനസ് വൈ ബാർ ഇസ് ഇക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അതിൽ ബി വൈ എക്സ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അത് കാണാനായിട്ട് എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇതാണ് ഇക്വേഷൻ. നമുക്ക് എക്സ് വൈ കാണാം. അപ്പോൾ 2 × 3 6 15 16 40 54. അടുത്ത എക്സിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5 25 6 36. അത് എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുക്കുക. എക്സിൻ്റെ ടോട്ടൽ സിഗ്മ എക്സ് ആണ്, ദാറ്റ് ഈസ് 20 എന്ന് കിട്ടും. സിഗ്മ വൈ 29 എന്ന് കിട്ടും. സിഗ്മ എക്സ് വൈ 131 എന്ന് കിട്ടും. സിഗ്മ എക്സ് സ്ക്വയർ 90 എന്ന് കിട്ടും. നമുക്ക് ബി വൈ എക്സ് ആണുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റം ആണ്. 1 2 3 4 5 5 ഐറ്റം ആണ്. അപ്പോൾ 5 ഇൻറ്റു സിഗ്മ എക്സ് വൈ, എക്സ് വൈൻ്റെ ടോട്ടൽ എത്രയാണ്? 131 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അപ്പോൾ എക്സിൻ്റെ ടോട്ടലിനെ വൈൻ്റെ ടോട്ടൽ വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 20 × 29 ഡിവൈഡഡ് ബൈ എൻ വീണ്ടും വന്നു 5. സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എത്രയാണ്? 90 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. എക്സിൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ 20ൻ്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. 5 × 131 655 ആണ്. 20 × 29 580 ആണ്. 5 × 90 450 മൈനസ് 400. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.50 എന്ന് കിട്ടും. അപ്പോൾ ബി വൈ എക്സ് നമുക്ക് എന്താ കിട്ടുക? 1.50 ആണ്. നമുക്ക് ഈ ഇക്വേഷനിലെ ബി വൈ എക്സ് കിട്ടി. ഇനി എക്സ് ബാറും വൈ ബാറും അറിയണം. എക്സ് ബാറൊക്കെ കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബി എൻ എമ്മിന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മീനാണ്, അതായത് സിഗ്മ എക്സ് ബൈ എൻ. അതായത് എക്സിൻ്റെ ടോട്ടലില്ലേ, അത് എത്രയാണ്? 20 അല്ലേ? ആ 20നെ നമ്പർ ഓഫ് ഐറ്റം വെച്ച് ഡിവൈഡ് ചെയ്യുക. 1 2 3 4 5. അപ്പോൾ 20/5 എത്രയാണ്? 4. ഇനി വൈ ബാർ കിട്ടണമെങ്കിൽ, വൈൻ്റെ ടോട്ടലില്ലേ, വൈൻ്റെ ടോട്ടൽ എത്രയാണ്? അതായത് സിഗ്മ വൈ ബൈ എൻ ആണ് ചെയ്യേണ്ടത്. വൈൻ്റെ ടോട്ടലിനെ നമ്പർ ഓഫ് ഐറ്റം വെച്ച് ഡിവൈഡ് ചെയ്യുക. വൈൻ്റെ ടോട്ടൽ 29 അല്ലേ? അപ്പോൾ 29നെ ഇവിടെയും നമ്പർ ഓഫ് ഐറ്റം 5 ആണ്. അപ്പോൾ 29/5 ആണ് വരിക. അപ്പോൾ നമുക്ക് ആൻസർ 5.8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ് ബാർ 4 എന്ന് കിട്ടിയിട്ടുണ്ട്, വൈ ബാർ 5.8 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ വൈ ഓൺ എക്സ് കാണാനായിട്ടുള്ള ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. വൈ മൈനസ് വൈ ബാർ. അപ്പോൾ വൈ മൈനസ് വൈ ബാർ നമുക്ക് എത്ര കിട്ടിക്കണേ? 5.8 അല്ലേ? 5.8 ഇസ് ഇക്വൽ ടു ബി വൈ എക്സ്. ബി വൈ എക്സ് നമുക്ക് എത്ര കിട്ടിക്കണേ? 1.50 ഇൻറ്റു എക്സ്. എക്സ് തന്നെ കൊടുക്കണം, ഇവിടെ വൈക്ക് തന്നെ കൊടുക്കണം. അത് നിങ്ങൾ മാറ്റി കൊടുക്കരുത് കേട്ടോ. വൈ അതുപോലെ തന്നെ എഴുതാം. വൈ മൈനസ് വൈ ബാർ 5.8 ഈസ് ഇക്വൽ ടു ബി വൈ എക്സ് 1.5 ആണ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. എക്സ് ബാർ എത്രയാണ്? 4. അപ്പോൾ എക്സ് മൈനസ് 4. ഓക്കെ ആണല്ലോ? ഇനി വൈ മൈനസ് 5.8 ഈസ് ഇക്വൽ ടു 1.5നെ എക്സ് വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 1.5x. 1.5നെ 4 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് -6 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് വൈനെ ഇവിടെ നിർത്തുകയാണ്. അതിൽ ഈ -5.8നെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ജസ്റ്റ് കാണിച്ചു തരാം. y ഇസ് ഇക്വൽ ടു
y ഇസ് ഇക്വൽ ടു ഇവിടെ ഈ -5.8 അപ്പുറത്തോട്ട് പോകും. അപ്പോൾ അവിടെയുള്ള 1.5x അതുപോലെ തന്നെ എഴുതാം -6 പ്ലസ് ഈ 5.8 അങ്ങോട്ട് പോകുമ്പോൾ +5.8 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇവിടെ y ഇസ് ഇക്വൽ ടു ഇത് രണ്ട് ന്യൂമറിക്കാണല്ലോ നമുക്ക് ആഡ് ചെയ്യാമല്ലോ. ഒന്ന് നെഗറ്റീവ് ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക? വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ. അപ്പോൾ 1.5x 6ൽ നിന്ന് 5.8 കുറച്ചാൽ 0.2 ആണ്. വലുതിൻ്റെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ ആൻസർ ഇതാണ് y ഇസ് ഇക്വൽ ടു 1.5x - 0.2. ഇതാണ് y ഓൺ x കാണാനായിട്ടുള്ള മെത്തേഡ്. എല്ലാവരും പഠിച്ചു വെക്കിയ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് പോകാം. റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x on y. അത് കാണാൻ വളരെ സിമ്പിളാണ്. x - x ബാർ ഇസ് ഇക്വൽ ടു bxy. അവിടെ byx ആണെങ്കിൽ ഇവിടെ എന്ത് വരും? bxy മൈനസ് y - y ബാർ. അപ്പോൾ x on y കാണാൻ x - x ബാർ, y on x കാണാൻ y - y ബാർ. അപ്പോൾ x on y കാണാൻ x - x ബാർ ഇസ് ഇക്വൽ ടു bxy ഇൻറ്റു y - y ബാർ എന്ന് പറയുന്ന ഇക്വേഷനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് bxy കാണാം? ഇതിൽ bxy കാണാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ byxൻ്റെ ഫോർമുലയിലെ അതിൻ്റെ ന്യൂമറേറ്ററില്ലേ, മുകളിൽ കിടക്കുന്ന സാധനമില്ലേ, അത് സെയിം തന്നെയാണ്. അതായത് n സിഗ്മ xy മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. അതുപോലെ തന്നെയാണ്. പക്ഷേ അടിയിൽ വരുമ്പോൾ ഇവിടെ ആദ്യം എക്സ് അല്ലേ വന്നേക്കണേ. അപ്പോൾ ഇവിടെ എന്ത് വരും? വൈ വരും. സിഗ്മ n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തായിരുന്നു വന്നത്? ഇവിടെ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ വന്ന് ബി വൈ എക്സ് കാണാൻ അല്ലേ? ഇവിടെയാണെങ്കിൽ ബി എക്സ് വൈ കാണാനായിട്ട് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യേണ്ട രണ്ട് കോളം എക്സ് വൈയും വൈ സ്ക്വയറുമാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് കോളം ഉണ്ട്, എക്സും അതുപോലെ തന്നെ വൈയും. എക്സ് 5 ആണ്, 6 7 3 2. അതുപോലെ വൈ 4 5 8 2 1. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. അവർ ഫോം ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ് കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സ് ഓൺ വൈ കാണണമെങ്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന രണ്ട് കോളം ഏതൊക്കെയാണ്? എക്സ് വൈ എന്ന് പറയുന്ന കോളം വരയ്ക്കണം, വൈ സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. അവിടെ എക്സ് സ്ക്വയർ ആയിരുന്നു, ഇവിടെ വൈ സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ എക്സ് വൈ 5 × 4 20 30 56 6 2. ഇനി വൈൻ്റെ സ്ക്വയർ എടുക്കുക. 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25 64 4 1. ഇനി എല്ലാത്തിനെയും ടോട്ടൽ എടുക്കുക. സിഗ്മ എക്സ് നമുക്ക് 23 എന്ന് കിട്ടും, സിഗ്മ വൈ നമുക്ക് 20 എന്ന് കിട്ടും. ഇത് 114, ഇത് 110. ഓക്കെ അല്ലേ? നമ്മുടെ ഇക്വേഷൻ ഇതല്ലേ? എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു ബി എക്സ് വൈ. അപ്പോൾ നമുക്ക് ബി എക്സ് വൈ കാണാം നമുക്ക്. കാരണം ബി എക്സ് വൈ കാണാണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ എക്സ് ഓൺ വൈ കാണാനായിട്ടുള്ള ഇക്വേഷൻ. അപ്പോൾ അതിനകത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ് ബാർ അറിയണം, ബി എക്സ് വൈ അറിയണം, വൈ ബാർ അറിയണം. ബി എക്സ് വൈ കാണാൻ നമുക്കറിയാമല്ലോ n സിഗ്മ എക്സ് വൈ. n എത്രയാണ്? ഇവിടെ എത്ര ആയിട്ടുണ്ട്? 1 2 3 4 5. അപ്പോൾ 5 ഇൻറ്റു സിഗ്മ എക്സ് വൈൻ്റെ ടോട്ടൽ എത്രയാണ്? 114 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. എക്സിൻ്റെ ടോട്ടലിനെ വൈൻ്റെ ടോട്ടൽ വെച്ച് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 23 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ n സിഗ്മ വൈ സ്ക്വയർ. n 5 ആണ്. സിഗ്മ വൈ സ്ക്വയർ എത്രയാണ്? 110 മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ, അതായത് 20ൻ്റെ സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0.73 എന്ന് കിട്ടും. 0.73 എല്ലാവരും ചെയ്ത് നോക്കുക. 0.73 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ ബി എക്സ് വൈ കിട്ടി. ഇനി എക്സ് ബാറും വൈ ബാർ അറിയണം. എക്സ് ബാറും വൈ ബാറും നമ്മൾ അവിടെ ചെയ്തതുപോലെ തന്നെയാണ്. എക്സ് ബാർ കാണാൻ എക്സിൻ്റെ മീൻ എക്സ് എല്ലാം കൂടി കൂട്ടുക. ഇത് സിഗ്മ എക്സ് ബൈ എൻ. സിഗ്മ എക്സ് എത്രയാണ്? 23. ഇപ്പോൾ 23 ബൈ എൻ എത്രയാണ്? 5 ഐറ്റമാണ്. ഇപ്പോൾ 23 ബൈ 5 ആണ്. 4.6 എന്ന് കിട്ടും. 4.6. ഇനി വൈ ബാർ കാണണമെങ്കിലോ? സിഗ്മ വൈ ബൈ എൻ. സിഗ്മ വൈ എത്രയാണ്? വൈൻ്റെ ടോട്ടൽ 20 അല്ലേ? 20 ബൈ 5. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ബാർ നമുക്ക് സിഗ്മ എക്സ് ബൈ എൻ. എക്സിൻ്റെ ടോട്ടൽ എത്രയാണ്? 23 ആയിരുന്നു. 23 ബൈ
നമ്പർ ഓഫ് ഐറ്റം, എത്ര ഐറ്റം ഉണ്ട്, 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 4.6 കിട്ടി. വൈ ബാർ കാണാൻ സിഗ്മ വൈ ബൈ എൻ ആണ്. അപ്പോൾ 20/5 ചെയ്തപ്പോൾ 4 കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം, മെയിൻ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം. ഞാൻ അപ്പുറത്ത് കാണിക്കാം, ഞാൻ ജസ്റ്റ് എക്സ് മൈനസ് എക്സ് ബാർ അതല്ലേ നമ്മുടെ ഇക്വേഷൻ, അതിനകത്ത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ കോപ്പി ചെയ്യുന്നുണ്ട്. എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഇക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ ഇതിനകത്ത് എക്സ് ബാർ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എക്സ് ബാർ നമുക്ക് വന്നേക്കുന്നത് 4.6 ആണ്. അപ്പോൾ എക്സ് മൈനസ് 4.6 ഈസ് ഇക്വൽ ടു നമ്മൾ ഇതിൽ ബി എക്സ് വൈ നമ്മളിവിടെ ഓൾറെഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ബി എക്സ് വൈ 0.73 ആണ്. 0.73 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വൈ ബാർ നമുക്ക് 4 എന്നാണ് കിട്ടിയേക്കുന്നത്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എക്സ് മൈനസ് 4.6 ഈസ് ഇക്വൽ ടു 0.73 വൈ വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 0.73 വൈ മൈനസ് 0.73 4 വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ 0.73 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക, 2.92 എന്നാണ് കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കണം, നിങ്ങൾ 2.92 ആണ്. നെക്സ്റ്റിന് ഇവിടെ നിർത്താണ്. മൈനസ് 4.6 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 0.73 വൈ മൈനസ് 2.92 ഇതിങ്ങോട്ട് വരുമ്പോൾ എന്താവും, പ്ലസ് 4.6 ആവും. അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു ഇത് രണ്ടും ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുക. വലുതിൽ നിന്നും വലുതിൽ ഇതാണ്, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ. ഇപ്പോൾ 0.73 വൈ വലുതിൻ്റെ സൈൻ പ്ലസ് ആണ്. 4.6 നിന്ന് 2.92 കുറയ്ക്കുക. ആൻസർ 1.68 കിട്ടും. ഇതാണ് എക്സ് ഓൺ വൈ കാണാൻ. അപ്പോൾ എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കാണാൻ വളരെ സിമ്പിളാണ്. എല്ലാവരും ഇക്വേഷൻ പഠിക്കുക, ഇക്വേഷൻ്റെ റിലേഷനൊക്കെ പഠിക്കുക. കാരണം ഇതിൻ്റെ ന്യൂമറേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്ററിൽ ഇവിടെ എക്സ് വരും, ഇവിടെ വൈ വരും കേട്ടോ. അതാണ് ബി വൈ എക്സും ബി എക്സ് വൈ എന്നുള്ള ഡിഫറൻസ് കേട്ടോ. ഇപ്പോൾ ബി എക്സ് വൈ ആണെങ്കിൽ എക്സ് അല്ലേ ആദ്യം കിടക്കണം, അപ്പോൾ അടിയിൽ വൈ വരും. അങ്ങനെ പഠിച്ച് വയ്ക്കുക, അപ്പോൾ നിങ്ങൾക്ക് തെറ്റില്ല കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ ഇതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ടെക്സ്റ്റ് ബുക്കിൽ. ഒരു ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ഏജ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. From the following data of the age of husband and the age of wife, form the two regression equation. രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ ഒരു പ്രോബ്ലത്തിൽ വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞേക്കാണ്. And calculate the husband's age when the wife age is 16. അത് മാത്രം ചെയ്താൽ പോരാ, ഹസ്ബൻഡിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വൈഫിൻ്റെ ഏജ് 16 ആകുമ്പോൾ ഹസ്ബൻഡിൻ്റെ വയസ്സ് എത്ര, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓൾസോ ഫൈൻഡ് ദ ഏജ് ഓഫ് വൈഫ് വെൻ ഹസ്ബൻഡ്സ് ഏജ് ഈസ് 40. ഹസ്ബൻഡിൻ്റെ വയസ്സ് 40 ആകുമ്പോൾ വൈഫിൻ്റെ ഏജ് എത്ര. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം ടു റിഗ്രഷൻ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് വൈ എന്ന് തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് കോളം എക്സ് ആയിട്ട് എടുക്കാം. ഹസ്ബൻഡിൻ്റെ ഏജ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, വൈഫിൻ്റെ ഏജ് വൈ ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സും വൈയും കിട്ടിയില്ലേ. നമുക്ക് എക്സ് ഓൺ വൈയും കാണണം ഈ ക്വസ്റ്റ്യനിൽ, വൈ ഓൺ എക്സ്, രണ്ട് ഇക്വേഷൻ ഇതിനകത്ത് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കോളം വരയ്ക്കേണ്ടി വരും? എക്സ് ഓൺ വൈ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ വരയ്ക്കേണ്ടത്, എക്സ് വൈയും വരയ്ക്കണം, അതുപോലെ എന്താണ് വരയ്ക്കേണ്ടത്, എക്സ് വൈയും വരയ്ക്കണം, എക്സ് സ്ക്വയറും വരയ്ക്കണം. വൈ ഓൺ എക്സ് ആണെങ്കിൽ എക്സ് വൈയും വരയ്ക്കണം, വൈ സ്ക്വയറും വരയ്ക്കണം അല്ലേ. അപ്പോൾ നമുക്ക് 3 കോളമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. എക്സ് വൈ, എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ. എക്സ് വൈ കാണാനായിട്ട് അറിയാലോ, 36 × 29 ചെയ്യുക. അപ്പോൾ എക്സ് വൈ കിട്ടും. എക്സ് സ്ക്വയർ കാണാൻ എക്സിൻ്റെ ഒക്കെ സ്ക്വയർ എടുക്കുക. വൈ സ്ക്വയർ കാണാൻ 29 × 29 841, 18 × 18 അങ്ങനെ വൈ സ്ക്വയർ എടുക്കുക. എല്ലാത്തിനും ടോട്ടൽ എടുക്കാം. നമുക്ക് എന്തായാലും എക്സ് ബാറും വൈ ബാറും എന്തായാലും ഇക്വേഷനിൽ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് അത് ആദ്യം നമുക്ക് ആദ്യം വർക്കൗട്ട് ചെയ്ത് വെക്കാം. എക്സ് ബാർ എങ്ങനെ കാണാം, സിഗ്മ എക്സ് ബൈ എൻ. എക്സിൻ്റെ ടോട്ടൽ എത്രയാണ്, 300 ആണ്. 300 എത്ര ഐറ്റം ഉണ്ട് ഇതിൽ എണ്ണി നോക്കുമ്പോൾ 10 ഐറ്റം ഇല്ലേ. ബൈ 10 ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. അതാണ് എക്സ് ബാർ. ഇതുപോലെ വൈ ബാർ കാണാം. വൈ ബാർ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 250 എന്ന് കിട്ടും. 250/10 25. ഇതാണ് വൈ ബാർ. ഇനി നമുക്ക് ബി വൈ എക്സും ബി എക്സ് വൈയും കാണണ്ടേ. അത് കാണാണ്ട് വൈ ഓൺ എക്സും എക്സ് ഓൺ വൈയും കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് ആദ്യം ബി വൈ എക്സ് കാണാം. ബി വൈ എക്സ് എങ്ങനെ കാണാം, വൈ അല്ലേ ഇവിടെ വന്നേക്കണേ. അപ്പോൾ ഇവിടെ എന്ത് വരും, എക്സ് സ്ക്വയർ. അപ്പോൾ എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇതിനകത്ത് ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 0.89 എന്ന് കിട്ടും. ഇതുപോലെ ബി എക്സ് വൈയും കാണാം. ബി എക്സിൽ എക്സ് ആണ് ആദ്യം കിടക്കണം. അപ്പോൾ അടിയിലെ ഡിനോമിനേറ്റർ വൈ വരും കേട്ടോ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.75 എന്ന് കിട്ടി. അപ്പോൾ എല്ലാം കിട്ടി. നമുക്ക് എക്സ് ബാർ കിട്ടി, വൈ ബാർ കിട്ടി, ബി വൈ എക്സ് കിട്ടി, ബി എക്സ് വൈ കിട്ടി. ഇനി എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കാണാമല്ലോ. എക്സ് ഓൺ വൈ എങ്ങനെ കാണാം, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ. എക്സ് ഓൺ വൈ കാണണമെങ്കിൽ ആദ്യം ഇവിടെ വൈ ഓൺ എക്സ് ആണ് അവർ ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യം വൈ ഓൺ എക്സ് തന്നെ പറയാം. വൈ ഓൺ എക്സ് എങ്ങനെ കാണാം, വൈ മൈനസ് വൈ ബാർ ഇസ് ഇക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ വൈ മൈനസ് വൈ ബാർ എത്ര കിട്ടിയേക്കണം നമുക്ക്,
വൈ ബാർ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടില്ലേ, വൈൻ്റെ മീൻ നമ്മൾ വർക്കൗട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, വൈ ബാർ എത്രയാ 25ഉം എക്സ് ബാർ 30 അല്ലേ. അപ്പോൾ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ വൈ ബാറിനോട് 25 ഇട്ട് കൊടുക്കുക. ഇസിക്കൽ ടു ബി വൈ എക്സ് നമ്മളവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് 0.89 ഇൻറ്റു എക്സ് മൈനസ് 30. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഇക്വേഷൻ കിട്ടും. വൈ ഇസിക്കൽ ടു 0.89x മൈനസ് 1.7. ഇനി അടുത്ത് നമ്മൾ എക്സ് ഓൺ വൈ ആണ് കാണേണ്ടത്. എക്സ് ഓൺ വൈ കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്താ, എക്സ് മൈനസ് എക്സ് ബാർ ഇസിക്കൽ ടു ബി വൈ എക്സ് ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതിൽ എക്സ് മൈനസ് എക്സ് ബാർ 30 അല്ലേ, ഇസിക്കൽ ടു ബി വൈ എക്സ് നമ്മൾ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ് ബി എക്സ് വൈ, ഇത് ബി എക്സ് വൈ ആണ് കേട്ടോ, കാരണം ഇത് എക്സ് ഓൺ വൈ അല്ലേ, അപ്പോൾ ഇതിനകത്ത് തെറ്റുണ്ട്. ബി എക്സ് വൈ ആണ്. ബി എക്സ് വൈ നമ്മൾ നേരത്തെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ് ബി എക്സ് വൈ വർക്കൗട്ട് ചെയ്ത് വെച്ചേക്കണേ, ബി എക്സ് വൈ നമുക്ക് 0.75 ആണ്. 0.75 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ എത്രയാ 25. ഓക്കെ അല്ലേ, അതും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ കിട്ടി. വൈ ഓൺ എക്സും കിട്ടിയിട്ടുണ്ട്, എക്സ് ഓൺ വൈയും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഇത് മാത്രമല്ല ചോദിച്ചേക്കണേ, വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ്, കാൽക്കുലേറ്റ് ദ ഹസ്ബൻഡ്സ് ഏജ്. ഹസ്ബൻഡിൻ്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണ്ട. എപ്പോൾ, വെൻ ദ വൈഫ് ഏജ് ഈസ് 16. വൈഫിൻ്റെ ഏജ് 16 ആകുമ്പോൾ ഹസ്ബൻഡിൻ്റെ വയസ്സ് എത്ര. അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഏജ് അല്ലേ കാണാൻ പറയുന്നത്. ഹസ്ബൻഡ് എന്ന് പറയുന്നത് എക്സ് അല്ലേ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തിട്ടില്ലേ, വൈ ഈസ് ഈക്വൽ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, എക്സ് ഈസ് ഈക്വൽ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഈ എക്സ് ഈസ് ഈക്വൽ എന്ന് പറയുന്ന ഇക്വേഷനകത്ത് ഈ വൈ എന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ ഏജ് അല്ലേ, അവിടെ 16 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ വൈൻ്റെ അവിടെ 16 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഹസ്ബൻഡിൻ്റെ ഏജ് കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0.75 ഇൻറ്റു 16 പ്ലസ് 11.25. ആൻസർ ഈസ് ഈക്വൽ ടു 23.25. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വൈഫിന് 16 വയസ്സാകുമ്പോൾ ഹസ്ബൻഡിന് 23.25 പ്രായമാണ്. ഇനി അത് കൂടാണ്ട് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദ ഏജ് ഓഫ് വൈഫ് വെൻ ഹസ്ബൻഡ് ഏജ് ഈസ് 40. ഹസ്ബൻഡിൻ്റെ വയസ്സ് 40 ആകുമ്പോൾ വൈഫിൻ്റെ ഏജ് എത്ര. വൈഫ് എന്ന് പറഞ്ഞാൽ വൈ അല്ലേ, അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന കോളത്തിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ആ ഇക്വേഷനിൽ വേണം അപ്ലൈ ചെയ്യാൻ. വൈ ഈസ് ഈക്വൽ എന്ന് പറയുന്ന ഇക്വേഷൻ ഇതല്ലേ, അവിടെ എക്സിൻ്റെ അവിടെ എന്തിട്ട് കൊടുക്കുക, വൈഫിൻ്റെ ഏജ് ഹസ്ബൻഡിൻ്റെ ഏജ് 40 ആകുമ്പോൾ എന്നല്ലേ ചോദിച്ചേക്കണേ. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു എന്തിട്ട് കൊടുക്കുക, 0.89 ഇൻറ്റു 40 മൈനസ് 1.7. ആൻസർ നമുക്ക് 33.9 എന്ന് കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിച്ചു വയ്ക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവരും ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. ഇനി മറ്റൊരു ടോപ്പിക്കാണ്, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ബി വൈ എക്സ് കാണാനായിട്ട് നമുക്ക് കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വെച്ച് ബി വൈ എക്സ് കാണാൻ പറ്റും. അത് കാണാനായിട്ട് കോറിലേഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ബി വൈ എക്സ് ആണ്. ഇനി ബി എക്സ് വൈ കാണാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ എന്നുള്ള അടിയിലേക്ക് ആക്കുക, തിരിച്ചിടുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. ഇങ്ങനെ ഒരു ഇക്വേഷനും ഉണ്ട്. ഇതും ഓർത്ത് വയ്ക്കുക. ബി വൈ എക്സ് കാണാനായിട്ട് കോറിലേഷനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ ബി വൈ എക്സ് കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനൊക്കെ ക്വസ്റ്റിൽ തന്നാലാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എക്സ് വൈ ആണ് ചെയ്യണമെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബി എക്സ് വൈ കാണാനായിട്ട് കോറിലേഷൻ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ആണ്. നമുക്ക് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്കപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ ഇതാണ്, ഇത് എക്സാമിന് ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്. You are given the following data. അതിൽ അരിത്തമെറ്റിക് മീൻ എ എം ആണ് തന്നേക്കുന്നത്. അരിത്തമെറ്റിക് മീൻ ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. അരിത്തമെറ്റിക് മീൻ 36ഉം 85ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 11ഉം 8ആണ്. അതിലടിയിൽ പറയുന്നുണ്ട് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. എക്സിൻ്റെ വൈന് തമ്മിലുള്ള കോറിലേഷൻ എത്രയാണ്, 0.66 ആണെന്ന് പറയുന്നുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ടു റിഗ്രഷൻ ഇക്വേഷൻ. രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ y is equal to 75. ഇങ്ങനെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാം. ഇവിടെ എന്തൊക്കെ തന്നിരിക്കണേ, അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ് ബാർ ആണ് കേട്ടോ. എക്സ് ബാർ ആണ് 36. അതുപോലെ അരിത്തമെറ്റിക് മീൻ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, വൈ ബാർ ആണ് കേട്ടോ.
വൈ ബാർ ഇസ് ഇക്വൽ ടു 85. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? എക്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ, വൈൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ വൈ ബാർ. അപ്പോൾ അത് രണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എത്രയാണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് 11 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ നമുക്ക് 8 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞേക്കാണ്. നമുക്ക് ആദ്യം ഫസ്റ്റ് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ കാണാം. എക്സ് ഓൺ വൈ കാണാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണ് ഇക്വേഷൻ? എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഇക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതിൽ എക്സ് ബാർ നമുക്കറിയാം, വൈ ബാർ അറിയാം. അറിയാത്തത് ബി എക്സ് വൈ മാത്രമാണ്. ബി എക്സ് വൈ എങ്ങനെ കാണാം? ബി എക്സ് വൈ കാണാൻ നമ്മളിപ്പോൾ പഠിച്ചില്ലേ? ബി എക്സ് വൈ കാണണമെങ്കിൽ ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? ആർ ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ അല്ലേ? അത് നമുക്ക് നേരിട്ട് ക്വസ്റ്റിൽ വന്നിട്ടുണ്ട്. കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എത്ര? 0.66. അപ്പോൾ 0.66 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എത്രയാ? 11 ബൈ 8. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ചെയ്യുക. ആൻസർ നമുക്ക് 0.91 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമുക്കിനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാലോ. എന്താ? എക്സ് മൈനസ് എക്സ് ബാർ എത്രയാ? 36 ഈസ് ഇക്വൽ ടു ബി എക്സ് വൈ അവിടെ എന്തിട്ട് കൊടുക്കുക? കിട്ടിയല്ലോ 0.91 ഇൻറ്റു വൈ മൈനസ് വൈ ബാർ 85. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ആൻസർ കിട്ടും. എക്സ് ഈസ് ഇക്വൽ ടു എന്ന് പറയുന്നത് നമുക്കൊരു ആൻസർ കിട്ടും. എക്സ് ഈസ് ഇക്വൽ ടു 0.91 വൈ മൈനസ് 41.35. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ ഇതിനെ വൈ വെച്ച് ഇൻറ്റു ചെയ്യുക, ഇതിനെ 85 വെച്ച് ഇൻറ്റു ചെയ്യുക, അതിന് -36 അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. അത് ചെയ്യുക. അടുത്ത രണ്ടാമത്തെ ഇക്വേഷനാണ് വൈ ഓൺ എക്സ്. വൈ ഓൺ എക്സ് ആണ് നിങ്ങൾക്ക് അറിയാലോ. വൈ മൈനസ് വൈ ബാർ ഈസ് ഇക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം നമുക്ക് ബി വൈ എക്സ് കണ്ടുപിടിക്കണ്ടേ? ബി വൈ എക്സ് കാണണമെങ്കിൽ കോറിലേഷൻ ഇൻറ്റു ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ അല്ലേ? ഇവിടെ എന്താ വരിക? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ്. മുകളിൽ വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതണം. ഇവിടെ എക്സിൻ്റെ ആണ് എഴുതിയത് അല്ലേ? ഇവിടെ വൈയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എഴുതണം. അപ്പോൾ 0.66 ഇൻറ്റു 8/11 എന്ന് വരും. 8/11 നമുക്ക് ആൻസർ കിട്ടുന്നത് 0.48 ആണ്. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ വൈ മൈനസ് വൈ ബാർ 85 ആണ്. ബി വൈ എക്സ് നമുക്ക് കിട്ടി 0.48 ആണ്. എക്സ് മൈനസ് എക്സ് ബാർ 36 ആണ്. അപ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടും. വൈ ഈസ് ഇക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. 48x പ്ലസ് 67.72. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇനി ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എക്സ് വെൻ വൈ ഈസ് ഇക്വൽ ടു എത്രയാണ്? 75. എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വൈ 75 ആകുമ്പോൾ എക്സ് എത്ര? അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എക്സ് ഈസ് ഇക്വൽ ടു അവിടെ വൈയുടെ അവിടെ 75 കൊടുക്കുക. അപ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു 0.91 ഇൻറ്റു 75 മൈനസ് 41.35 ചെയ്യുക. ആൻസർ 26.9. വളരെ സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു മെത്തേഡിൽ ബി എക്സ് വൈയും ബി വൈ എക്സും ഉള്ള പ്രോബ്ലം ചെയ്യാം കേട്ടോ. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് പലതവണ SC ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ഒരു പ്രോബ്ലം അത് തന്നെയാണ്. ഇപ്പോൾ ചെയ്ത പ്രോബ്ലം കൂടാതെ അടുത്ത പ്രോബ്ലം മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ട് ഇതേ മോഡലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്ത് പഠിക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഈ ബി എക്സ് വൈയും ബി വൈ എക്സും നേരിട്ട് ക്വസ്റ്റ്യനിൽ തരും. ബി വൈ എക്സും ബി എക്സ് വൈ നേരിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ട് കോറിലേഷൻ കാണാൻ പറയും. അപ്പോൾ ആറ് കാണാനായിട്ട് എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ ഉണ്ട്. റൂട്ട് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. റൂട്ട് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. അപ്പോൾ ബി വൈ എക്സ് എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് -0.2, ബി എക്സ് വൈ -0.7. എങ്കിൽ കോറിലേഷൻ ഇങ്ങനെ കാണാം. ജസ്റ്റ് തമ്മിൽ ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ആൻസർ -0.37 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നിങ്ങൾ എല്ലാവരും പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റിനിൽ ചോദിക്കാം. ബി എക്സ് വൈയും ബി വൈ എക്സും വന്നിട്ട് കോറിലേഷൻ കാണാൻ 2 മാർക്കിൽ ചോദിക്കാം. എല്ലാവരും പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടിയിട്ട് ഇതിനകത്ത് പഠിക്കാനായിട്ട് തിയറിയാണ്. തിയറി ഇതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതാണ് തിയറി. ഡിഫറൻസ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള വ്യത്യാസം. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണ് കോറിലേഷൻ. എന്താണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ? ടു സ്റ്റഡി ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ്. ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് കോറിലേഷൻ ആണ്. നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എന്താണ്? റിഗ്രഷൻ ആണ്. അപ്പോൾ ആ ഡിഫറൻസ് കഴിഞ്ഞില്ലേ? അടുത്തത് കോറിലേഷൻ അനാലിസിസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എടുക്കുന്നത് നമ്മുടെ ചോയ്സ് ആണ്.
പക്ഷേ റിഗ്രഷനിൽ അങ്ങനെയല്ല. റിഗ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? വൺ ഹാസ് ടു ഡിസൈഡ് വിച്ച് വേരിയബിൾ ഷാൽ ബി ടേക്കൺ ആസ് ഡിപ്പെൻഡൻറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ഡിസൈഡ് ചെയ്യണം ഏത് വേരിയബിളാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് എടുക്കേണ്ടത്, ഏത് വേരിയബിളാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. പക്ഷേ കോറിലേഷനിൽ അങ്ങനെയല്ല. കോറിലേഷൻ നമുക്കത് ചോയ്സ് ആണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും നമ്മുടെ ചോയ്സിനനുസരിച്ച് എടുക്കാം. റിഗ്രഷനിൽ അങ്ങനെ പറ്റില്ല. അപ്പോൾ അതാണ് അടുത്ത ഡിഫറൻസ്. മൂന്നാമത്തെ ഡിഫറൻസ്, കോറിലേഷൻ ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് പ്രഡിക്ഷൻ. പ്രഡിക്ഷന് വേണ്ടിയല്ല ഒരിക്കലും കോറിലേഷൻ ഉപയോഗിക്കുന്നത്. പക്ഷേ റിഗ്രഷൻ ആണെങ്കിൽ എപ്പോഴും നമ്മൾ പ്രഡിക്ഷൻ ഓർ എസ്റ്റിമേഷന് വേണ്ടിയാണ്. ഇനി റിഗ്രഷൻ്റെ പ്രോപ്പർട്ടീസ് കൂടി പഠിച്ചു വയ്ക്കുക. തിയറി ചിലപ്പോൾ 5 മാർക്ക് ക്വസ്റ്റിനിൽ ചോദിക്കാം. ഈ ഡിഫറൻസ് എല്ലാവരും പഠിക്കണം കേട്ടോ. കോറിലേഷൻ റിഗ്രഷൻ നമ്മൾ ഡിഫറൻസ് എല്ലാവരും പഠിക്കുക. ഇനി റിഗ്രഷൻ്റെ പ്രോപ്പർട്ടീസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ദ സൈൻ ഓഫ് ബോത്ത് റിഗ്രഷൻ കോഫിഷ്യൻറ്റ് വിൽ ബി ദ സെയിം. അതായത് രണ്ട് റിഗ്രഷൻ കോഫിഷ്യൻ്റ് ഇല്ലേ, അതായത് BYXൻ്റെയും BXYൻ്റെയും അതിൻ്റെ സൈൻ എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആയിരിക്കും. അത് രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് ദ റിഗ്രഷൻ കോഫിഷ്യൻറ്റ്. രണ്ട് റിഗ്രഷൻ കോഫിഷ്യൻറ്റിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് കോറിലേഷൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. അതായത് BYX ഇൻറ്റു BXY എന്ന് പറഞ്ഞാൽ അത് R² ഈക്വൽ ആയിരിക്കും. കോറിലേഷൻ്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. ഇനി BYXും BXYക്കും വരുന്ന അതേ സൈൻ തന്നെയായിരിക്കും കോറിലേഷനും വരിക. അത് നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഒരു പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ? നമ്മൾ BYXും BXYയും ചെയ്തിട്ട് നമ്മളൊരു കോറിലേഷൻ കാണാൻ പഠിച്ചില്ലേ? ജസ്റ്റ് -0.7ഉം -0.2 ആയിരുന്നു. അത് റൂട്ടിൻ്റെ ഉള്ളിൽ വെച്ച് ഇൻറ്റു ചെയ്തപ്പോൾ ആൻസർ നമുക്ക് നെഗറ്റീവ് തന്നെയല്ലേ കിട്ടിയ കോറിലേഷൻ. അപ്പോൾ BXYൻ്റെയും BYXൻ്റെയും സൈൻ നെഗറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിൽ സൈൻ എന്താണോ ആ സെയിം സൈൻ തന്നെയായിരിക്കും കോറിലേഷനും. ഇനി അടുത്തത് പെർഫെക്റ്റ് കോറിലേഷൻ BYX ആൻഡ് BXY ആർ റെസിപ്രോക്കൽ ഓഫ് ഈച്ച് ഓഫ് ദർ. ഇത് പെർഫെക്റ്റ് കോറിലേഷൻ ആകണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് പെർഫെക്റ്റ് കോറിലേഷൻ കിട്ടും. അടുത്ത BYX/R എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Y ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Xന് ഈക്വൽ ആയിരിക്കും. BXY/R എന്ന് പറഞ്ഞാൽ BXY/R എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് X ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് Y ആയിരിക്കും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ബോത്ത് ദ റിഗ്രഷൻ കോഫിഷ്യന്റ് വിൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. ഒരിക്കലും BYXും BXYയും ഒരിക്കലും ഒന്നിനേക്കാൾ കൂടുതൽ വരില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദം ക്യാൻ ബി ഗ്രേറ്റർ ദാൻ 1 ഓർ ബോത്ത് ക്യാൻ ബി ലെസ് ദാൻ 1. ഒന്നില്ലെങ്കിൽ എന്താണ്? ഏതെങ്കിലും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ രണ്ടും എന്തായിരിക്കും? ഒന്നിനേക്കാൾ കുറവായിരിക്കും. അങ്ങനെ വരുള്ളൂ. രണ്ടും ഒരിക്കലും എന്ത് ചെയ്യില്ല? ഒന്നിനേക്കാൾ കൂടുതൽ വരില്ല. ഒരിക്കലും രണ്ട് റിഗ്രഷൻ കോഫിഷ്യൻറ്റും ഒന്നിനേക്കാൾ ഒരുമിച്ച് കൂടുതൽ വരില്ല. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ രണ്ടും ഒന്നിനേക്കാൾ കുറവായിരിക്കും. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.